വിശുദ്ധ സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. ഈശോ പറഞ്ഞ വചനം ഇതാണ്. ഒരിക്കല് ഒരു ചെറിയ പെൺകുട്ടി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് കുടിയേറി പാർക്കേണ്ടി വന്നു. അവൾക്ക് സ്വന്തമെന്ന് പറയാനായിട്ട് പ്രായമായ ഒരച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിനാകട്ടെ ജോലിക്ക് പോകാനും മകളെ നോക്കാനും ഒന്നും പറ്റാത്തത്ര പ്രായവും രോഗവും ഒക്കെ തളർത്തിക്കിടത്തി. ഈ അവസരത്തിലാണ് അവളെ ഇഷ്ടപ്പെട്ട് ദൈവദൂതനെ പോലെ ഒരു വ്യക്തി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അവൾക്ക് ജീവിതത്തില് എല്ലാം ലഭിച്ചു. എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും സ്ഥാപനങ്ങളും വേലക്കാരും ഒക്കെ ലഭിച്ചു. അപ്പോഴും അവളുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചവരൊക്കെ അവളെ നോക്കി, ഇത്രയേറെ ഇവൾ വളർന്നല്ലോ, ഇവൾക്കൊരു തരത്തിലും അന്യായം സംഭവിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കാൻ തുടങ്ങി. അങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അവൾക്ക് അവളുടെ ഉള്ളിൽ തന്നെ, ഞാൻ ഇത്രയൊക്കെ ആയല്ലോ, ഇനി എനിക്ക് ഇരുന്നുണ്ണാനുള്ള സമയമാണ്. വേലക്കാർ എനിക്ക് പാദസേവ ചെയ്യട്ടെ. എൻ്റെ സ്റ്റാഫുകൾ ഓരോന്നും എൻ്റെ അടുത്തിൽ വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഒപ്പിട്ട ശേഷം മാത്രം പോയാൽ മതി എന്നൊക്കെ പറയണമെന്ന് അവൾക്ക് തോന്നി. അധികാരവും അവകാശവും കയ്യിൽ കിട്ടിയപ്പോൾ തൻ്റെ പഴയ കാലങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് മറക്കാൻ ശ്രമിച്ചപ്പോൾ അവളുടെ മുൻപില് സ്വപ്നത്തിൽ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവളോടൊരു കഥ പറഞ്ഞു. അന്നൊരിക്കല് ഈശോ 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയപ്പോൾ ഈശോയ്ക്കും ഇതേ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്താണെന്നറിയുമോ? ലോകത്തുള്ള സകല സൗഭാഗ്യങ്ങളും കാണിച്ചു കൊടുത്തതിന് ശേഷം ഈശോയോട് താഴേക്ക് ചാടാൻ പറഞ്ഞു. മാലാഖമാർ അവന്റെ കാലുകൾ കല്ലിൽ തട്ടാതെ കാത്തുകൊള്ളുമെന്നും പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന്. ഇത് പറഞ്ഞ് ആ മാലാഖ അവളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു, അല്ലെങ്കിൽ അവൾ ഉറക്കം തെളിഞ്ഞു. കണ്ണുകളിൽ ഇരുട്ട് മാത്രമുള്ള ആ സമയം അവൾക്കൊരു കാര്യം മനസ്സിലായി: ദൈവം തന്നതല്ലാതൊന്നും എൻ്റെ ജീവിതത്തിലില്ല. ദൈവമായിട്ട് അനുവദിച്ചു തന്ന വ്യക്തി, ദൈവമായിട്ട് അനുവദിച്ചു തന്ന സൗഭാഗ്യങ്ങൾ, ദൈവമായിട്ട് അനുവദിച്ചു തന്ന നേട്ടങ്ങൾ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. ആ ഒരു തിരിച്ചറിവ് എന്നും എളിമയോടും വിനയത്തോടും കൂടി ജീവിതത്തെ കാണാനും സഹജീവികളോട് സ്നേഹവും സാഹോദര്യവും പുലർത്തുവാനും അവളെ സഹായിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സൈലന്റ് റോസ് കുടുംബത്തിലെ അംഗങ്ങളെ, ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇന്നുള്ള സങ്കടങ്ങളും ഇന്നുള്ള സന്തോഷങ്ങളും ഇന്നുള്ള ദുരിതങ്ങളും ഇന്നുള്ള കഷ്ടപ്പാടുകളും എല്ലാം മാറും. തൻ്റെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതുമായ അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലൂടെ ഒരു നദിയല്ല, അനുഗ്രഹത്തിന്റെ വലിയ ഒരു സമുദ്രം തന്നെ ഒഴുകും. അതുകൊണ്ട് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ജീവിതത്തിന്റെ നാഥൻ കർത്താവാണെന്നും അവിടുന്ന് തന്നതല്ലാതെ ഒന്നും എന്നിലില്ലെന്നും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോടൊത്തായിരിക്കാൻ പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും സന്തോഷമാക്കാൻ കഴിവുള്ള ആ നല്ല നാഥന്റെ മുൻപിൽ നമുക്കും തമ്പുരാനെ വാഴ്ത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചെലവഴിക്കാം. പുതിയൊരു വർഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നിറയ്ക്കാൻ നല്ല ഈശോ നല്ല സുഹൃത്തുക്കളെയും നല്ല സമ്പാദ്യവും നല്ല ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.